നല്ലൊരു കോൺഫിഡൻസ് സർജനാണ് ഡോക്ടർ റിഷാദ്. എന്ന് മാത്രമല്ല, ഈ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആളുകളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ് അല്ല, സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിനെ കൂടുതൽ വാലിഡിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഷംന എന്നോട് പറയാണ്, ഡോക്ടർ ഷംന അവിടുത്തെ ഗൈനക്കോളജിസ്റ്റാണ്, ഇവിടുത്തെ സ്റ്റുഡൻ്റാണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഡോക്ടർ ഷംന എന്നോട് പറയാണ്, സാറേ ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഇപ്പോൾ. എന്താ വെച്ചാൽ നമുക്ക് നല്ല കോൺഫിഡൻസാണ്. കാരണം എന്താ, ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റിഷാദിനെ വിളിച്ചാൽ മതി, റിഷാദാണ് കൈകാര്യം ചെയ്തോളൂ. ഒരു സർജറിയിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ റിഷാദ് അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കൊരു പേടിയില്ല. കാരണം റിഷാദ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്തോളൂ. എല്ലാം ഒരു കോൺഫിഡൻസാണ്. ഇതുകൂടെ ജീവിതത്തിൽ ഓർക്കണം, എല്ലാം ഒരു കോൺഫിഡൻസാണ്. കോൺഫിഡൻസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇഫ് യു ആർ ഹാവിങ് ഇനീഷ്യേറ്റീവ് ആൻഡ് കോൺഫിഡൻസ്, സ്കൈ ഇസ് ദ ലിമിറ്റ് എന്ന് പറയാം. ഏതറ്റം വരെ നിങ്ങൾക്ക് പോവാം, അതിനൊരു അവസാനമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, 10ഉം കഴിഞ്ഞ് പ്ലസ് 1 കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് യൂണിവേഴ്സലിന്റെ കാര്യം കേട്ടതും ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ അമീർ സാറിന്റെ ഇവിടെ ഇക്ബാൽ സാറുണ്ടായിരുന്നു. അന്ന് അവരുടെ മോട്ടിവേഷനൊക്കെ കേട്ട് ഇങ്ങനെ ആദ്യത്തെ വർഷം ജസ്റ്റ് പാസ്സായി. പിന്നെ എന്താണേലും നമ്മളിവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തല്ലോ, ഒരു എല്ലാവരുടെ അടുത്തും പറഞ്ഞല്ലോ നമ്മൾ ഡോക്ടറാകാൻ പഠിക്കുകയാണെന്ന്. ഇനി ഡോക്ടർ ആയാലേ പറ്റുള്ളൂ. അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ ജോയിൻ ചെയ്ത്, അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ആ ഒരു വർഷം ഇങ്ങനെ വീട്ടിൽ പോയി വന്ന് പഠിച്ച്, ഇവിടെ ഉണ്ടാകുമ്പോൾ പഠിക്കും, വീട്ടിലെത്തുമ്പോൾ കളിക്കും. അങ്ങനെ ഒരു 1000 ചില്ലറ റാങ്കൊക്കെ കിട്ടി. എന്നിട്ട് ആയുർവേദത്തിൽ പോകാന്നുള്ള തീരുമാനം പല ഭാഗത്തുനിന്നും ഉണ്ടായി. എനിക്ക് ആ തീരുമാനം ഉണ്ടായില്ല. അപ്പൊ ഞാൻ അമീർ സാറത്ത് പറഞ്ഞു, എനിക്ക് ഒരു പ്രാവശ്യം കൂടെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോ വീട്ടിലെന്താണ് സമ്മതിക്കും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴേ സാറ് വീട്ടിൽ വന്ന് സംസാരിച്ച്, ഫോൺ ചെയ്ത് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ കയറുന്നത്. നമ്മള് യൂണിവേഴ്സിൽ തുറക്കുന്നതും അടക്കുന്നതും നമ്മളായിരുന്നു. രാവിലെ 7 മണിയാകുമ്പോൾ ഇവിടെ എത്തും. ഈ തലേ ദിവസം ഞങ്ങൾ തന്നെ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടാ പോലെ ചെടിച്ചട്ടിൻ്റെ ഉള്ളില് വന്ന് തുറന്ന് പഠിത്തം തുടങ്ങും. നമ്മളൊരു ബോറടിച്ച് തുടങ്ങുന്ന സമയത്തേക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. ഞങ്ങളവിടെ നിന്ന് വായിക്കും. ഒരു 11-11:30 വരെ അവിടെ ഉണ്ടാവും. 11:30 കഴിഞ്ഞാൽ പിന്നെ ബസ് ഇട്ടില്ല. ഇവിടുന്ന് തൃശ്ശൂർ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ കൈ കാണിച്ചാലേ നിർത്തുള്ളൂ. അവർ തൃശ്ശൂർക്കാന്നൊക്കെ വിചാരിച്ച് നിർത്തും. നമ്മൾ രണ്ടത്താണി പോയി ഇറങ്ങും. രണ്ടത്താണിന്ന് വീണ്ടും 2.5 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്, നടത്താണ്. പിന്നെ അവിടെ ഒരു കടല കച്ചവടക്കാരനുണ്ടോ, പുള്ളി ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ഞങ്ങളെ ലാസ്റ്റ് ആൾക്കാരെ. ഞാൻ പകുതി ദൂരം വരെ ഒരാളുണ്ടാവും കൂടെ, ജസീം എന്ന് പറയും. എൻ്റെ കൂടെ MBBS ക്ലാസ്മേറ്റ് ആയിരുന്നു. ഇപ്പൊ ഓർത്തോപെഡിഷ്യനായിട്ട് ഇവിടെ സുപ്രിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഞാനും അവനും കൂടെ നടത്താം. അവനൊരു പാക്കറ്റ് വാങ്ങിക്കും, ഞാൻ 2 പാക്കറ്റ് വാങ്ങിക്കും. അവൻ പകുതി ദൂരല്ലേ ഉള്ളൂ. അവിടെ അവന്റെ വീട് കഴിഞ്ഞാൽ പിന്നെ വയലാണ്, തോട്ടുവരമ്പാണ്, വെളിച്ചൊന്നുമില്ല. എന്നെ ഒരു ഊഹം വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോലെ. കാലിന്റെ കൂടെ തവളയും ചേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന, കണ്ണടച്ചിട്ട് ഒരു പോക്കാൻ പോകും. നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആരും വരൂല, നമ്മളെ മൊബിലൈസ് ചെയ്യാൻ ആരും വരൂല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് സംബഡി വിൽ മോട്ടിവേറ്റ് അസ്, സംബഡി വിൽ മൊബിലൈസ് അസ്, സംബഡി വിൽ ചനലൈസ് അസ് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നമ്മളെപ്പോഴും വളരെ ആത്മവിശ്വാസത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും അചഞ്ചലതയോടും കൂടി നിലകൊള്ളണം. whatever the decision that we have taken. നിങ്ങളോട് ഇനി സംസാരിക്കാനായി ഡോക്ടർ സഫ്നയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. എനിക്ക് എൻട്രൻസിന് 500 റാങ്ക് ഉണ്ടായിരുന്നു MBBS കയറുമ്പോൾ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഹൗസ് ഏജൻസിക്ക് മുന്നേ കല്യാണം കഴിച്ചു. അതായത് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുന്നേ ഞങ്ങൾ കല്യാണം കഴിച്ചിരുന്നു. ഹൗസ് ഏജൻസി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു കുട്ടിയായി. അപ്പോൾ PG സമയത്ത് ഫസ്റ്റ് ചാൻസ് എഴുതിയപ്പോൾ ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടില്ല. ഈ സെക്കൻഡ് ചാൻസിൽ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഹോസ്റ്റലിൽ നിന്നാണ് PG പ്രിപ്പയർ ചെയ്തത്. ആ സമയത്ത് എനിക്കൊരു കുട്ടിയുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചത് PGക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, സാരമില്ല, കുട്ടി വലുതായിട്ട് ഒന്നും കൂടെ പഠിച്ച് നന്നായിട്ട് എഴുതിയാൽ മതിയെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്നുവെച്ചാൽ അന്ന് നമ്മളെ സാഹചര്യം അങ്ങനെയാണ്. പക്ഷേ എൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഞാൻ ട്രിവാൻഡ്രത്ത് IMAയിൽ സാറ്റർഡേ സൺഡേ ക്ലാസ്സിന് പോയിട്ട് വീട്ടിൽ നിന്ന് കുട്ടിയെ നോക്കി തന്നെയാണ് പഠിച്ചത്. പക്ഷേ അവരെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് 300 റാങ്ക് ഉണ്ടായിരുന്നു. എനിക്ക് MD ജനറൽ മെഡിസിൻ കിട്ടി. അതായത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് എന്താണെങ്കിലും കിട്ടും.
ഇനി ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഡോക്ടർ ഷഹീദയെ ക്ഷണിക്കും. ഞാനും റിഷാദ് 2004 യൂണിവേഴ്സിൽ ഉണ്ടായിരുന്നത്. 2004 to 6 അല്ലേ, ഞാൻ 2005 to 6 2006 ബാച്ചാണ് ഞങ്ങൾ MBBS ബാച്ച്. ഞാൻ വരുമ്പോൾ റിഷാദ്, ജസീം, മാലിക്, അനീസ് ഈ ഒരു കൂട്ടുകെട്ടാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ഇന്നത്തെ പോലെ ഉള്ള വലിയ വിശാലമായ ലൈബ്രറിയോ ഇത്രയും സൗകര്യങ്ങളോ ഒന്നുമില്ല, ഹോസ്റ്റൽ സൗകര്യങ്ങളോ ഒന്നുമില്ല. 2 ബാച്ച് 2 ക്ലാസ്സുകളുണ്ട്, ഒരു മെഡിക്കൽ സ്ട്രീമും ഒരു എൻജിനീയറിങ്ങും. പിന്നെ ഉള്ളത് ഒരു പ്രദീപും ദിനേശും, ക്വസ്റ്റ്യൻ ബാങ്ക്, ഇത് വെച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ റിസോഴ്സ് വെച്ച് ഞങ്ങൾ പഠിച്ച് ഇവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിൽ അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തന്നെ സീറ്റ് വാങ്ങണം എന്നുള്ളത്. ചെറുപ്പം തൊട്ടേ സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നം കാണുക, എവിടെയെങ്കിലും എത്തണം, അതും ടോപ്പ് ലെവൽ എത്തണം എന്നുള്ള സ്വപ്നം കാണുക. MBBS ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഞാൻ, റിഷാദ്, ജസീം യൂണിവേഴ്സിൽ നിന്ന് ഞങ്ങൾ 3 പേരും അവിടെ എത്തി. എൻജോയ് ചെയ്ത് പഠിച്ചു. എൻ്റെ സ്റ്റഡി പാർട്ട്ണറായിരുന്നു സഫ്ന. അങ്ങനെ MBBS പാസ്സായി കഴിഞ്ഞ് 4th ഇയറിന് കല്യാണം കഴിഞ്ഞു. ഹൗസ് സർജൻസി കഴിഞ്ഞ സമയത്ത് പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഒരു 1.5-2 ഇയർ ഗ്യാപ്പ് മോനായി. ഒരു 1.5 വയസ്സുള്ള മോന് വെച്ച് ലാസ്റ്റ് 4 months പഠിച്ചിട്ടാണ് ഞാൻ PG എൻട്രൻസ് എഴുതിയത്. ഫാമിലി മെഡിസിന് ഇന്ത്യയിലെ തന്നെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലൂർദ്, എറണാകുളം. അതിൽ തന്നെ സീറ്റ് വാങ്ങി. എറണാകുളം ലൂർദിൽ ചെന്നപ്പം അവിടെ റിഷാദ്. ഇങ്ങനെ PG ടൈം പറഞ്ഞ പോലെ ചെറിയ കുട്ടി വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു. വീട്ടുകാർക്ക് നമ്മളെ കൂടെ 3 വർഷം കണ്ടിന്യൂസ് വന്ന് നിൽക്കാൻ പറ്റൂല. ഒരു മെയ്ഡിനെ വെച്ചു, വീടെടുത്തു. ഞാനും മെയ്ഡും മോനും 2 വയസ്സുള്ള മോനും വെച്ച് PG ടൈം 24 hours 48 hours ഡ്യൂട്ടി. ICU ഷിഫ്റ്റ് നമുക്ക് നൈറ്റിൽ പുറത്ത് വരാൻ പറ്റില്ല, കുട്ടിയുടെ അടുത്ത് വരാൻ പറ്റില്ല. ലേബർ റൂം ഡ്യൂട്ടി ചിലപ്പോൾ കാണും. അത് 24. ഫാമിലി മെഡിസിൻ ആകുമ്പോൾ നമുക്ക് എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഡ്യൂട്ടി എടുക്കണം. അപ്പോൾ 48 hours ലേബർ റൂം ഡ്യൂട്ടി. അങ്ങനെ PG അത് ഫസ്റ്റ് ചാൻസിൽ തന്നെ DNB ഫസ്റ്റ് ചാൻസിൽ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞാൽ DNB ആരും അന്ന് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മീൻസ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് എടുക്കാൻ എല്ലാവർക്കും പേടിയായിരുന്നു DNB സീറ്റ്. ഞാൻ 2008 ദുബായിലോട്ട് പോയി. 2009 വർക്ക് ചെയ്തു. 2010 നാട്ടിൽ തിരിച്ചു വന്നു. വന്നിട്ട് നേഫ് പറഞ്ഞു, ഒരു പ്രൊപ്പോസൽ ഉണ്ട്, യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻ്റ് ആണ്, പിന്നെ MBBS കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് സ്വപ്നം പോലും കണ്ടില്ലേ MBBS സ്റ്റുഡൻറ്റിനെ കല്യാണം കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിലെ സ്റ്റുഡൻറ്റ് MBBS സ്റ്റുഡൻസിനൊക്കെ നോക്കിയിരുന്നു. പക്ഷേ ഏഫിന്റെ നിർബന്ധപ്രകാരമാണ് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊപ്പോസൽ വന്ന് അത് മാച്ചായി. അപ്പൊ അന്ന് അവള് 4th year MBBS പഠിക്കും. ഇവിടെ വന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹാർട്ട്ഫുൾ താങ്ക് യു. പിന്നെ ASRM ഇങ്ങനൊരു പരിപാടി അറേഞ്ച് ചെയ്ത് തന്നതിൽ, നമുക്കായിട്ട് അറേഞ്ച് ചെയ്ത് തന്നതിൽ ASRM താങ്ക് യു. എല്ലാ ഡോക്ടേഴ്സും നമുക്ക് പറഞ്ഞു തന്ന മെയിനായിട്ടുള്ള പോയിന്റ്, ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാണ്ട് കിട്ടൂല, അതാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ സ്വീറ്റ് റിവെഞ്ച്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ചില സ്പീച്ചസ് കേൾക്കുമ്പോൾ ചില കീ പോയിന്റ്സാണ് ഓർത്ത് വെക്കാറ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ കീ പോയിൻ്റാണ് ഹാർഡ് വർക്ക്, പിന്നെ സ്വീറ്റ് റിവെഞ്ച്,